കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം, 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഗ്രേസ മാർഷൽ. ഗ്രേസ മാർഷലിനാണ് 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത്. മൊസാംബിക്കിലെ മനുഷ്യാവകാശ പ്രവർത്തകയും രാഷ്ട്രീയ നേതാവുമാണ് ഗ്രേസ മാർഷൽ. മൊസാംബിക് വനിതയായ ഗ്രേസ മാർഷലിനാണ് 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത്. രണ്ടാമത്തെ ചോദ്യം, തദ്ദേശ സ്ഥാപന ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫ്. തദ്ദേശ സ്ഥാപന ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫ്. മൂന്നാമത്തെ ചോദ്യം, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ വിവരങ്ങൾ കണ്ടെത്താൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ വിവരങ്ങൾ കണ്ടെത്താൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ECI നെറ്റ്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ വിവരങ്ങൾ കണ്ടെത്താൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ECI നെറ്റ്. ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറാണ്. ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറാണ്. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ശ്വാസത്തിലൂടെ ശരീരത്തിലെത്തിക്കാവുന്ന ഇൻസുലിൻ അഫ്രേസ. ഇന്ത്യയിലെ ആദ്യത്തെ ശ്വാസത്തിലൂടെ ശരീരത്തിലെത്തിക്കാവുന്ന ഇൻസുലിൻ അഫ്രേസ. ശ്വാസത്തിലൂടെ ശരീരത്തിലെത്തിക്കാവുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഇൻസുലിനാണ് അഫ്രേസ. ആറാമത്തെ ചോദ്യം, ഫ്ലഡ് റോഡുകളുടെ നിർമ്മാണ അനുമതി മുതൽ ബിൽ വിതരണം വരെയുള്ള എല്ലാ പ്രവൃത്തികൾക്കുമായി ദുരന്ത നിവാരണ വകുപ്പ് സജ്ജീകരിച്ച പോർട്ടൽ സുവീധി പോർട്ടൽ. ഫ്ലഡ് റോഡുകളുടെ നിർമ്മാണ അനുമതി മുതൽ ബിൽ വിതരണം വരെയുള്ള എല്ലാ പ്രവൃത്തികൾക്കുമായി ദുരന്ത നിവാരണ വകുപ്പ് സജ്ജീകരിച്ച പോർട്ടലാണ് സുവീധി. ഏഴാമത്തെ ചോദ്യം, രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 131 പേരാണ് ഇത്തവണ പത്മ പുരസ്കാരങ്ങൾ നേടിയത്. അതിൽ കേരളത്തിൽ നിന്നും 8 പേർക്കാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനും ജസ്റ്റിസ് KT തോമസും സാഹിത്യകാരൻ P നാരായണനും പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹരായി. കേരളത്തിൽ നിന്ന് പത്മവിഭൂഷൺ നേടിയത് 3 പേരാണ്: VS അച്യുതാനന്ദൻ, ജസ്റ്റിസ് KT തോമസ്, സാഹിത്യകാരൻ P നാരായണൻ. ചലച്ചിത്ര നടൻ മമ്മൂട്ടി, പൊതുസേവന രംഗത്തെ മികവിന് വെള്ളാപ്പള്ളി നടേശൻ എന്നിവർക്കാണ് പത്മഭൂഷൺ പുരസ്കാരം നേടിയ മലയാളികൾ. മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി നടേശനുമാണ് പത്മഭൂഷൺ പുരസ്കാരം കിട്ടിയത്. ശാസ്ത്രമേഖലയിൽ നിന്ന് AE മുത്തുനായകം, നൃത്തരംഗത്തെ സംഭാവനകൾക്ക് കലാമണ്ഡലം വിമല മേനോൻ, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് കൊല്ലക്കയിൽ G ദേവകിയമ്മ എന്നിവർക്ക് പത്മശ്രീ പുരസ്കാരവും ലഭിച്ചു. പത്മശ്രീ പുരസ്കാരം ലഭിച്ചത് 3 പേർക്കാണ്. AE മുത്തുനായകം, ശാസ്ത്രമേഖലയിൽ നിന്നാണ് അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചത്. കലാമണ്ഡലം വിമല മേനോൻ, നൃത്തരംഗത്തെ സംഭാവനകൾക്കാണ് കലാമണ്ഡലം വിമല മേനോന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. G ദേവകി അമ്മ, പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കാണ് G ദേവകി അമ്മയ്ക്ക് പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം, ജനുവരി 24 ദേശീയ ബാലികാ ദിനം. ജനുവരി 24 ദേശീയ ബാലികാ ദിനം. 2026 ദേശീയ ബാലികാ ദിനത്തിൻ്റെ പ്രമേയം പെൺകുട്ടികളെ ശാക്തീകരിക്കുക ശോഭനമായ ഭാവിയിലേക്ക്. 2026 ദേശീയ ബാലികാ ദിനത്തിൻ്റെ പ്രമേയം പെൺകുട്ടികളെ ശാക്തീകരിക്കുക ശോഭനമായ ഭാവിയിലേക്ക്, എംപവറിംഗ് ഗേൾസ് ഫോർ എ ബ്രൈറ്റ് ഫ്യൂച്ചർ. ജനുവരി 24 ദേശീയ ബാലികാ ദിനമായി ആചരിക്കുന്നത്. 2026 ദേശീയ ബാലികാ ദിനത്തിൻ്റെ പ്രമേയം പെൺകുട്ടികളെ ശാക്തീകരിക്കുക ശോഭനമായ ഭാവിയിലേക്ക്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി അധികാരമേറ്റ ജനുവരി 24 ദേശീയ ബാലികാ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി അധികാരമേറ്റ ജനുവരി 24 ദേശീയ ബാലികാ ദിനമായി ആചരിക്കുന്നത്. 9ാമത്തെ ചോദ്യം,
ഔദ്യോഗിക സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. ഔദ്യോഗിക സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. കേരളമാണ് ഔദ്യോഗിക സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. 10ാമത്തെ ചോദ്യം. കേരളത്തിൻ്റെ ഔദ്യോഗിക സൂക്ഷ്മാണു മൈക്രോബയോം ബാസിലസ് സബ്റ്റിലസ്. കേരളത്തിൻ്റെ ഔദ്യോഗിക സൂക്ഷ്മാണു മൈക്രോബയോം ബാസിലസ് സബ്റ്റിലസ്. ഹേ ബാസിലസ്, ഗ്രാസ് ബാസിലസ് എന്നിങ്ങനെയും ഈ സൂക്ഷ്മാണു അറിയപ്പെടുന്നു. ഹേ ബാസിലസ് എന്നും ഗ്രാസ് ബാസിലസ് എന്നും ഈ സൂക്ഷ്മാണു അറിയപ്പെടുന്നുണ്ട്. കേരളത്തിൻ്റെ ഔദ്യോഗിക സൂക്ഷ്മാണുവാണ് മൈക്രോബയോം ബാസിലസ് സബ്റ്റിലസ്. ഔദ്യോഗിക സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. മണ്ണ്, വെള്ളം, മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കുടൽ എന്നിവയിൽ കാണപ്പെടുന്ന സൂക്ഷ്മാണുവാണിത്. മണ്ണ്, വെള്ളം, മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കുടൽ എന്നിവയിൽ കാണപ്പെടുന്ന സൂക്ഷ്മാണുവാണ് ഇത്. രോഗനിയന്ത്രണം, കാർഷികോൽപാദനം, ക്ഷീരോൽപാദനം എന്നിവയ്ക്ക് സഹായകമാകുന്ന സൂക്ഷ്മാണു കൂടിയാണിത്. രോഗനിയന്ത്രണത്തിനും കാർഷികോൽപാദനത്തിനും ക്ഷീരോൽപാദനത്തിനും സഹായിക്കുന്ന സൂക്ഷ്മാണു കൂടിയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക സൂക്ഷ്മാണുവായ ഹേ ബാസിലസ്. 11ാമത്തെ ചോദ്യം. സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം സ്ഥിതി ചെയ്യുന്നത് കിൻഫ്ര കഴക്കൂട്ടത്താണ്. സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോം സ്ഥിതി ചെയ്യുന്നത് കിൻഫ്ര കഴക്കൂട്ടം. അടുത്ത ചോദ്യം. ലോക സാമ്പത്തിക ഫോറം വാർഷിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി. ലോക സാമ്പത്തിക ഫോറം വാർഷിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി ദാവോസ്, സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലൻഡിലെ ദാവോസിലാണ് ലോക സാമ്പത്തിക ഫോറം വാർഷിക ഉച്ചകോടിയുടെ സ്ഥിരം വേദി. 2026 WEF പ്രമേയം എ സ്പിരിറ്റ് ഓഫ് ഡയലോഗ്. 2026 വേൾഡ് എക്കണോമിക് ഫോറം പ്രമേയം എ സ്പിരിറ്റ് ഓഫ് ഡയലോഗ്. കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവാണ്. കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവാണ്. അടുത്ത ചോദ്യം. ദുരന്ത നിവാരണ രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ നൽകുന്ന പുരസ്കാരം. ദുരന്ത നിവാരണ രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് സുഭാഷ് ചന്ദ്രബോസ് ആപ്ദ പ്രബന്ധൻ പുരസ്കാരം. സുഭാഷ് ചന്ദ്രബോസ് ആപ്ദ പ്രബന്ധൻ പുരസ്കാരമാണ് ദുരന്ത നിവാരണ രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ നൽകുന്ന പുരസ്കാരം. 2026 സുഭാഷ് ചന്ദ്രബോസ് ആപ്ദ പ്രബന്ധൻ വ്യക്തിഗത പുരസ്കാര ജേതാവ് ലഫ്റ്റനൻറ്റ് കേണൽ സീത അശോക് ഷെൽക്ക. 2026 സുഭാഷ് ചന്ദ്രബോസ് ആപ്ദ പ്രബന്ധൻ വ്യക്തിഗത പുരസ്കാര ജേതാവ് ലഫ്റ്റനൻറ്റ് കേണൽ സീത അശോക് ഷെൽക്കയാണ്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത സമയത്ത് മുണ്ടക്കയ്യെയും ചൂരൽമലയെയും ബന്ധിപ്പിക്കുന്ന ബെയിലി പാലം റെക്കോർഡ് വേഗത്തിൽ നിർമ്മിക്കുന്നതിന് നേതൃത്വം നൽകിയതിനാണ് ബഹുമതി നൽകിയത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത സമയത്ത് മുണ്ടക്കയ്യെയും ചൂരൽമലയെയും ബന്ധിപ്പിക്കുന്ന ബെയിലി പാലം റെക്കോർഡ് വേഗത്തിൽ നിർമ്മിക്കുന്നതിന് നേതൃത്വം നൽകിയതിനാണ് ലഫ്റ്റനൻറ്റ് സീത അശോക് ഷെൽക്കയ്ക്ക് 2026 സുഭാഷ് ചന്ദ്രബോസ് ആപ്ദ പ്രബന്ധൻ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം. സ്ഥാപന വിഭാഗത്തിൽ സിക്കിം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കാണ് പുരസ്കാരം ലഭിച്ചത്. 2026 സുഭാഷ് ചന്ദ്രബോസ് ആപ്ദ പ്രബന്ധൻ പുരസ്കാരം ലഭിച്ചത് സ്ഥാപന വിഭാഗത്തിൽ സിക്കിം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കാണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജയന്തി പരാക്രം ദിവസ് ആയിട്ടാണ് ആചരിക്കുന്നത്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജയന്തി പരാക്രം ദിവസായിട്ടാണ് ആചരിക്കുന്നത്. ജനുവരി 23 പരാക്രം ദിവസ് ആയി ആചരിക്കുന്നത്. 1897 ജനുവരി 23 സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത്. 1897 ജനുവരി 23 സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ജനന ദിവസമായ ജനുവരി 23 പരാക്രം ദിവസ് ആയി ആചരിക്കുന്നത്. നേതാജിയുടെ 125ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് 2021 മുതലാണ് ഭാരത സർക്കാർ ജനുവരി 23 പരാക്രം ദിവസ് ആയി ആചരിക്കാൻ തീരുമാനിച്ചത്. നേതാജിയുടെ 125ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ജനുവരി 21 പരാക്രം ദിവസായി ആചരിക്കാൻ തീരുമാനിച്ചത്. അടുത്ത ചോദ്യം. 38ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി.
38ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി എറണാകുളത്താണ്. 38ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി എറണാകുളമാണ്. അടുത്ത ചോദ്യം, കേരള സംഗീത നാടക അക്കാദമി തൃശ്ശൂരിൽ വെച്ച് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര നാടകോത്സവം. കേരള സംഗീത നാടക അക്കാദമി തൃശ്ശൂരിൽ വെച്ച് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര നാടകോത്സവമാണ് ഇറ്റ്ഫോക്ക്, ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരള. ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരള ഇറ്റ്ഫോക്ക് കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര നാടകോത്സവമാണ്. ഇത് സംഘടിപ്പിക്കപ്പെടുന്നത് തൃശ്ശൂരിൽ വെച്ചാണ്. 16ാമത് ഇറ്റ്ഫോക്ക് 2026 പ്രമേയം ഈ നിശബ്ദതയിലെ ശബ്ദങ്ങൾ, സൗണ്ട്സ് ഇൻ ദിസ് സൈലൻസ്. 16ാമത് ഇറ്റ്ഫോക്ക് 2026 പ്രമേയം ഈ നിശബ്ദതയിലെ ശബ്ദങ്ങൾ, സൗണ്ട്സ് ഇൻ ദിസ് സൈലൻസ്. അടുത്ത ചോദ്യം, കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി. കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി. അവസാനത്തെ ചോദ്യം, കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ തടയാൻ കേരള വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയാണ് കാവൽ. കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളെ തടയാൻ കേരള വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയാണ് കാവൽ.